നമസ്കാരം. സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് റഷ്യ രഹസ്യ പിന്തുണ നൽകിയതായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. ആക്രമണത്തിന് മുന്നോടിയായി റഷ്യൻ ഉപഗ്രഹങ്ങൾ ഈ നിർണായക അമേരിക്കൻ കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ ആവർത്തിച്ച് പകർത്തിയതായാണ് ഉക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. മാർച്ച് 24-നും 26-നും ഇടയിൽ മിഡിൽ ഈസ്റ്റിലെ വിവിധ US സഖ്യകക്ഷി താവളങ്ങളുടെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെയും ചിത്രങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ ശേഖരിച്ചതായാണ് വിവരം. സൗദിയിലെ പ്രിൻസസ് സുൽത്താൻ എയർബേസിന് നേരെ മാർച്ച് 26-നാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 6 ബാലിസ്റ്റിക് മിസൈലുകളും 29 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു US സൗദി സേനകൾ സംയുക്തമായി ഉപയോഗിക്കുന്ന ഈ താവളത്തിന് നേരെ ഇറാൻ പ്രഹരമേൽപ്പിച്ചത്. ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിലായി മാർച്ച് 20, 23, 25 തീയതികളിൽ റഷ്യൻ ഉപഗ്രഹങ്ങൾ ഈ എയർബേസിന്റെ ചിത്രങ്ങൾ പകർത്തിയതായാണ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യൻ ഉപഗ്രഹങ്ങൾ ഒരു പ്രദേശം തുടർച്ചയായി ചിത്രീകരിക്കുന്നത് ആക്രമണത്തിനുള്ള കൃത്യമായ പ്ലാനിങ്ങിന്റെ സൂചനയാണ് എന്നാണ് സെലൻസ്കിയുടെ നിരീക്ഷണം. ഒരു തവണ ചിത്രം പകർത്തുന്നത് തയ്യാറെടുപ്പിന്റെയും രണ്ടാം തവണ പകർത്തിയാൽ അത് ഒരു സിമുലേഷന്റെയും ഭാഗമാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. മൂന്നാമതും ചിത്രം പകർത്തിയാൽ 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അവിടെ ആക്രമണം നടക്കുമെന്നും തങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇക്കാര്യം അവകാശപ്പെടുന്നതെന്നും പറയുന്നു. റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തനിക്ക് 100% ഉറപ്പാണെന്നും ഇത് റഷ്യയുടെ താല്പര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിൻസ് സുൽത്താൻ എയർബേസിന് പുറമെ മറ്റു പല പ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങളും റഷ്യൻ നിരീക്ഷണത്തിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യയിലെ US UK സംയുക്ത സൈനിക കേന്ദ്രം, കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം, ബെർഗൻ എണ്ണപ്പാടം എന്നിവ മാർച്ച് 24-ന് ചിത്രീകരിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ സൗദിയിലെ ഷൈബ എണ്ണവാതക പാടം, തുർക്കിയിലെ ഇൻസർലിക് എയർബേസ്, ഖത്തറിലെ അൽ ഉദൈർ എയർബേസ് എന്നിവിടങ്ങളിലെ ദൃശ്യങ്ങളും റഷ്യൻ ഉപഗ്രഹങ്ങൾ പകർത്തി. ഇറാനെ സഹായിക്കുന്നതിലൂടെ റഷ്യക്ക് വലിയ സാമ്പത്തിക തന്ത്രപരമായ നേട്ടങ്ങൾ ഉണ്ട് എന്ന് സെലൻസ്കി മുന്നറിയിപ്പ് നൽകുന്നു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുവാനും അതുവഴി റഷ്യയുടെ വരുമാനം ഉയർത്തുവാനും സഹായിക്കും. കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഉക്രൈനിൽ നിന്നും മാറ്റുവാൻ, അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പൊതുവെയുള്ള ശ്രദ്ധ ഉക്രൈനിൽ നിന്നും മാറ്റാനും റഷ്യ ഇതിലൂടെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഈ ആരോപണം നിഷേധിക്കുകയാണ്. ഇറാനുമായി സൈനിക സഹകരണം തുടരുന്നുണ്ട് എങ്കിലും അവർക്ക് ഇത്തരം രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് റഷ്യയുടെ നിലപാട്.